പിണറായി വിജയൻ കേരളയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ലാവ്ലിൻ കേസിൽ കുരുക്കാൻ UDF-കാർ ശ്രമിച്ചു തുടങ്ങി എന്നതാണല്ലോ ആരോപണം. എന്തായാലും തുടക്കത്തിലെ ആ ഉഷാറൊന്നും ഇപ്പോൾ UDF-കാർക്കില്ല. പിണറായി വിജയൻ പതിവ് ഏറ്റുമുട്ടൽ ശൈലിയിലേക്ക് വരുമോ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അവർ. എന്തായാലും പാലക്കാട്ടെത്തിയപ്പോൾ മൈക്കുകൾ തമ്മിൽ ഉണ്ടാകാനിടയുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി സ്വീകരിച്ചു വരുന്നു. ഇവിടെ നമ്മുടെ മൈക്ക് രണ്ടു മൂന്നെണ്ണം വെച്ചാൽ പരസ്പരം ഏറ്റുമുട്ടും കേട്ടോ. ഒറ്റ മൈക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് എല്ലാം ഓഫ് ചെയ്ത് വെക്കണം. നവകേരള മാർച്ചിൽ ലാവ്ലിൻ ചോദ്യം ചോദിച്ച ചില മാധ്യമപ്രവർത്തകരോടും പിണറായിക്ക് ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു. അത് പിണറായി ദേശീയക്കാരനാണെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഇത്തിരി ആശ നൽകുന്നതാണ്. ലാവ്ലിൻ കേസിനെ കുറിച്ച് ഇപ്പോൾ പേടിയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. അല്ലെ, എന്താ കേസ്? ഇപ്പോൾ എന്താ കേസ്? CBIയുടെ കേസ് ഇപ്പോൾ നിലവിലില്ല. നിങ്ങളേത് കേസിനെ പറ്റിയാണ് പറയുന്നത്? അല്ല, ഇപ്പോൾ ഒരു കേസ് നിലവിലില്ലല്ലോ. ഏത് കേസിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? അതെ, അങ്ങനൊരു കേസ് ഇപ്പോൾ നിലവിലില്ലല്ലോ. നിങ്ങളേത് കേസിനെ പറ്റി പറയുന്നു? സംസ്ഥാന സർക്കാർ കൊടുത്ത ഹർജിയെ പറ്റി വേറെ. അങ്ങനൊരു കേസ് നിലവിലില്ല. അത് ഹർജി ഫയൽ സ്വീകരിക്കുന്നതും അതിൻ്റെ വാദവും ഒക്കെ വേറെയാണ്. നിങ്ങൾ പറഞ്ഞ ഇങ്ങനൊരു കേസ് എന്നാണ്. അങ്ങനൊരു കേസ് ഇപ്പം നിലവിലില്ല. നിങ്ങൾ പത്രം വായിക്കില്ലേ? ആ പത്രം വായിക്കലുണ്ടെങ്കിൽ അതും ആകെ റദ്ദ് ചെയ്തു കോടതി. ഞങ്ങളാരും റദ്ദ് ചെയ്തല്ല. കോടതി വിശദമായ വാദങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെയൊരു കേസ് നിലവിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിലവിലില്ല കേസ്. അതാണ് സംഭവം. അതാണ് സംഭവം. ഇനി എന്തായാലും നല്ല മുൻകരുതൽ സ്വീകരിക്കുന്നതാണ് നല്ലത്. ഏത് ഗർത്തങ്ങളെയും മുറിച്ചു ചാടാൻ തന്ത്രങ്ങൾ ഒരുക്കാൻ അറിയുന്ന ഉമ്മൻചാണ്ടിയാണല്ലോ അപ്പുറത്ത്. ചെന്നിത്തല വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നവകേരള മാർച്ചിനിടയിലും ആലോചനകൾ കാര്യമായി നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.